എടാ നമ്മൾ തമ്മിൽ മുട്ടിയാൽ ശരിയാവില്ലട്ടാ എന്ന് പറയുന്ന ചില വിഭവങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മുടെ മുറുക്ക്, അച്ചപ്പം, ഇതൊക്കെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാൻ നേരത്ത് എന്തായാലും ഉരുളി തന്നെ അങ്ങോട്ട് എടുത്ത് വെച്ച് അടുപ്പത്തേക്ക് വെച്ച് പ്രതിഷ്ഠിക്കാം. കാരണം ഒന്നിന്റെ മേലെ മറ്റൊരുത്തൻ കയറി ഇരുന്നാൽ എങ്ങനെയാ ഷേപ്പ് ഔട്ടായി അടിച്ച് പിരിച്ചു വേണ്ടേ എടുക്കാൻ. ദാറ്റ് ഇസ് ദ റീസൺ. അപ്പൊ പിന്നെ ചീനച്ചട്ടിയെക്കാട്ടിലും ഉരുളിയല്ലേ ബെസ്റ്റ്. ഈ പറഞ്ഞ വിഭവങ്ങൾ നമുക്ക് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റാഴികയില്ല, പക്ഷേ അത്രയും കൂടെ കൂടുതൽ നേരം ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് കാരണം. നടുവ് അധികം കുഴിഞ്ഞിട്ടില്ലാത്ത പരന്ന ഒരു ചീനച്ചട്ടി ഉരുളിയും നമ്മൾ സാമ്യപ്പെടുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിലും ചില വിഭവങ്ങൾ നമ്മൾ ഒരുപോലെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ചില കാര്യത്തിൽ നമുക്ക് അടിവരയിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും, അയ്യോ ആ ഒരു കാര്യത്തിന് ഉരുളി തന്നെ വേണം, അല്ലെങ്കിൽ ചീനച്ചട്ടി തന്നെ അങ്ങോട്ട് എടുത്തെങ്കിലേ മതിയാവൂ എന്ന് പറയാൻ പറ്റുന്ന ചില വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലെ. അതൊന്നും കണ്ടാലോ. ഡീപ് ഫ്രൈ സാധനങ്ങൾ നമ്മുടെ ചീനച്ചട്ടിയുടെ നടുവ് നല്ല കുഴിഞ്ഞതായത് കൊണ്ട് തന്നെ ഏറ്റവും കുറച്ച് എണ്ണ ഉപയോഗിച്ച് വറുക്കാനും വേണ്ടിയിട്ട് മറ്റൊരു പാത്രം നമ്മുടെ അടുക്കളയിലില്ല. ദിസ് ഇസ് ദ ബെസ്റ്റ്. അപ്പൊ നമ്മുടെ വട, ചിക്കൻ ഫ്രൈ, കബാബ് ഇതൊക്കെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്യാൻ നമ്മുടെ ചീനച്ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. മറ്റൊരു രീതിക്ക് പറയുവാണെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ഈ ഉരുണ്ടിട്ടുള്ള ഷേപ്പിലുള്ളതും തമ്മിൽ ഒട്ടിപ്പോവില്ല എന്നുള്ളപ്പോൾ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കാറ്. ഈ പറഞ്ഞ കാര്യം ശരി തന്നെ, പക്ഷേ എല്ലാ വിഭവത്തിനുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും എണ്ണയിൽ എനിക്ക് അച്ചപ്പമോ മുറുക്കോ അല്ലെങ്കിൽ പത്തിരിയാണെങ്കിൽ ഒരെണ്ണം മാത്രമേ എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതേസമയം ഉരുളിക്കകത്താണെങ്കിൽ ഇത്രയും എണ്ണയിൽ എനിക്ക് 2 എണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ ഒപ്പം അത് ഉണ്ടാക്കി തീർക്കാനുള്ള സമയം ഒരുപാട് വ്യത്യാസം വരും. അതാണ് ഞാൻ പറഞ്ഞത്, ചിലതൊക്കെ രണ്ടിലും ആവും, പക്ഷേ ചിലതൊക്കെ LPG ഗ്യാസിന്റെ അളവ് കൊണ്ടോ എടുക്കുന്ന പാചകത്തിന്റെ സമയം കൊണ്ടോ എണ്ണയുടെ അളവ് കൊണ്ടോ വളരെയധികം വ്യത്യാസം വരും. പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്ന സ്വീറ്റ് ഡിഷസ് മിൽക്ക് ആൻഡ് മിൽക്ക് മെയ്ഡ് ഒക്കെ കോരി ഒഴിച്ച് നെയ്യ് തെളിഞ്ഞ് അങ്ങോട്ട് കുറുക്കി വന്നെങ്കിലാണ് അതിൻ്റെ യഥാർത്ഥ രുചി എന്നും പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ആ കുറച്ച് സ്വീറ്റ് വിഭവങ്ങളുണ്ടല്ലോ, അതിനൊക്കെയുള്ള യഥാർത്ഥ അവകാശി നമ്മുടെ ഉരുളി തന്നെയാണ്. ആ പായസത്തിന് അങ്ങോട്ട് ആ പാലങ്ങോട്ട് നേരെ പകുതിയാക്കി അല്ലെങ്കിൽ 1/4 ഭാഗമാക്കി അങ്ങോട്ട് വറ്റിച്ചെടുത്തെങ്കിലാണ് ആ ടേസ്റ്റ് അങ്ങോട്ട് അറിയാം എന്നുള്ളതൊക്കെ ഇല്ലേ. സോ അതിനൊക്കെ നമ്മൾ ഈ ഉരുളി തന്നെ അങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ ചക്ക വരട്ടും ഹൽവ, സോറി നമ്മൾ പറയുന്ന അലുവ. കാരണം ഉരുളി ഇങ്ങനെ ചെറിയൊരു സാധനം പോലെ നിരന്ന് പരന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ അതിലത്തെ വറ്റിക്കൽ പ്രോസസ്സ് കുറച്ചും കൂടെ എളുപ്പം. പാത്രത്തിൽ നിന്ന് അടികട്ടിയുള്ളത് കൊണ്ട് തന്നെ വിട്ടുവരാനും കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മൾ ധാന്യങ്ങൾ വറുത്ത് പൊടിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ നല്ലവണ്ണം കൃത്യമായിട്ട് മൊരിഞ്ഞ് കിട്ടണം എന്നുള്ളപ്പോൾ ഉരുളി തന്നെയാണ് ബെസ്റ്റ്. പിന്നെ നമ്മുടെ മല്ലി, ചെല്ലി, മില്ലി കൊണ്ടുപോയി പൊടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉരുളിയാകുമ്പോൾ ഒരുവിധം എല്ലാ ഭാഗത്തും തന്നെ ഒരുപോലെ തന്നെ നമുക്ക് അത് ചൂട് റീറ്റെയിൻ ചെയ്ത് നമുക്ക് വറുത്തെടുക്കാം. ചീനച്ചട്ടി ആകുമ്പോൾ അത് നടുക്ക് തീ കൂടുതലും മേലോട്ട് പോകുമ്പോൾ ആ തീ കുറവുമാണല്ലോ. ദാറ്റ് ഇസ് ഡിഫറൻസ്. ഓക്കെ, സോ നമ്മുടെ ഡ്രൈ റോസ്റ്റിന് ഉരുളിയാണ് ബെസ്റ്റ്. പിന്നെ പറ്റിക്കൽ ഇതിനായിട്ട് ഉരുളി ഇസ് ദ ബെസ്റ്റ്. ഇതിങ്ങനെ ഒരു ചെറിയ സാഗരം പോലെ ഇങ്ങനെ പോണമെന്ന് ഇരിക്കുവാണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അപ്പൊ ഇതില് ശരിക്കും അങ്ങോട്ട് മലന്ന് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള പാത്രങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളം എവാപ്പറേറ്റ് ചെയ്ത് വറ്റി കിട്ടാനായിട്ട് സമയം സേവ് ചെയ്യാനും അതുപോലെ തന്നെ LPG സേവ് ചെയ്യാനും കുറച്ചും കൂടെ സക്സസ്ഫുൾ ആണ് നമ്മുടെ ഉരുളി ഉപയോഗിക്കുകയാണെങ്കിൽ. എഗ് റോസ്റ്റ് പോലെയുള്ളതിനൊക്കെ കുറച്ചൊന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി എന്നുള്ളപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയും വെള്ളം കാര്യമായിട്ട് ഒഴിച്ചു കൊടുത്ത് നേരെ പകുതിയാക്കി തന്നെ അങ്ങോട്ട് വറ്റിച്ചെടുക്കണം എന്നുള്ള വിഭവങ്ങൾക്ക് ഉരുളിയായിരിക്കും കുറച്ചും കൂടെ അനുയോജ്യം. പിന്നെ നമ്മുടെ ബിരിയാണി. ഈ ബിരിയാണിക്ക് ദമ്മിടാനായിട്ട് കുറച്ചൊന്ന് ഒതുങ്ങിയ വായുള്ള ഒരു കലം തന്നെയായിട്ട് ഏറ്റവും നല്ലത്. പക്ഷേ വേവിച്ചതിന് ശേഷം ഇടുന്ന ദം ഇടൽ പരിപാടിക്കാണെങ്കിൽ ഇതിന് ഉരുളിയാണ് നല്ലത്. അതിലെ ഒരു പോർഷൻ എടുക്കുവാണെങ്കിൽ ഒരു ലെയർ ചോറും ഒരു ലെയർ ഇറച്ചിയും ആയിട്ട് കറക്റ്റായിട്ട് വിളമ്പാൻ എളുപ്പമാക്കിക്കൊണ്ട് കിട്ടുമല്ലോ എന്നാണ് നമ്മുടെ ഉദ്ദേശം. സോ അങ്ങനെയാണെങ്കിൽ ഉരുളി ഈസ് എ ഗുഡ് ഓപ്ഷൻ. നമ്മൾ ഉരുളി എന്ന് പറയുന്ന പല സ്ഥലത്തും നമുക്ക് അതിന് പകരമായിട്ട് പരന്നൊരു ചീനച്ചട്ടിയും ആവാം. പക്ഷെ ഉരുളി എന്ന് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചീനച്ചട്ടി ചിലപ്പോൾ കനം കുറഞ്ഞതോ കുഴിഞ്ഞതോ ഒക്കെ ആവും. പക്ഷെ ഉരുളി എന്ന് പറയുമ്പോൾ അതിൻ്റെ മലന്നിരിക്കുന്ന ആ ഷേപ്പും
അതിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കട്ടിയുണ്ട്, കനം തീരെ അങ്ങോട്ട് കുറഞ്ഞു പോവില്ല. അപ്പോൾ ഈ രണ്ട് ഫീച്ചേഴ്സ് നമ്മുടെ ഉരുളിക്കുള്ളത് കൊണ്ടാണ് ഉരുളി എന്ന് തന്നെ എടുത്തു പറയാൻ കാരണം. അതിന് പകരം മലന്ന ഒരു ചീനച്ചട്ടിയും ആവും. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം ഏതാണെന്നും പിന്നെ അതിൻ്റെ അളവും നമ്മുടെ കയ്യിലുള്ള പാത്രത്തിൻ്റെ അളവും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് വേണമല്ലോ നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് പാത്രം ചൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊക്കെയാണ് ഒരു ബേസിക് റൂൾസ് എന്നാണ് നമ്മുടെ ഉദ്ദേശം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പാർട്ട് 2. See you there. Signing off, Gotzi.